മുഹമ്മദ് സലീൽ സാറാണ്. അദ്ദേഹം അരീക്കോട് സ്വദേശിയാണ്. അദ്ദേഹം മദീനുൽ ഉലൂം മദ്രസ തച്ചെണ്ണയിൽ ഉസ്താദായും മജ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഉറുദു ടീച്ചറായും ഇമാം സലീം അക്കാദമി വാലില്ലാപ്പുഴയിൽ ഉസ്താദും ടീച്ചറുമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഏറെ സ്നേഹത്തോടെ മുഹമ്മദ് സലീൽ സാറിനെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1000 ദിനങ്ങൾ എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് കുതിക്കുന്ന ഡിവിഷൻ പ്രോഗ്രാം തന്റെ 266ാമത്തെ പ്രയാണം ഇന്ന് പൂർത്തിയാക്കുന്നു. ഡിവിഷനെ ഊർജ്ജസ്വലമാക്കി നിലനിർത്തുന്നത് ഇതിന്റെ നന്മ നിറഞ്ഞ പ്രേക്ഷകർ ഓരോരുത്തരുമാണ്. ഡിവിഷന്റെ പ്രേക്ഷകർ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലെ ജസീറ മാഡം, മറ്റ് സംഘാടക പ്രതിനിധികൾ ഓരോരുത്തരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി മുഹമ്മദ് സലീൽ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. സർ, പ്ലീസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഈ ഒരു ഡിവിഷന്റെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട മിസ് കൂടിയായിട്ടുള്ള മ്യൂസിയ മിസ്സിന് ആദ്യമായി ഞാനൊരു നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ ഒരു മിസ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്കൊരിക്കലും അതിൽ നിന്ന് പിന്മാറാനുള്ള യാതൊരുവിധ അവസ്ഥയുമില്ല. അപ്പോൾ ഒരുപാട് നന്ദിയോടുകൂടി ഞാൻ ഈ സെഷൻ ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വിചാരിക്കുന്നത് ഞാൻ നിസ്സാരനാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ സാലിം അക്കാദമിയിൽ ഉസ്താദായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു അറബി കോളേജാണ് സാലിം അക്കാദമി. വല്ലാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ വന്നു പോയതാണ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എങ്ങനെയാണ് സൃഷ്ടിപ്പിന്റെ തുടക്കമെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എന്നൊരു അധ്യാപനമുണ്ട് ഖുർആനിൽ. ഈ ഖുർആനിക അധ്യാപനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് തന്നെ അവിടെയുള്ള യാത്രാനുഭവങ്ങൾ പങ്കുവെക്കുക നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഭാഗമായി നടക്കുന്നതാണ്. അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ സദസ്സിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ നിന്ന് ഒരു ചോദ്യം വന്നു, നിങ്ങൾ പോകാത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എവിടെയായിരിക്കുന്നു? പെട്ടെന്ന് ഞാൻ സ്തബ്ധനായിപ്പോയി, എന്ത് പറയണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോഴാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള നമ്മുടെ ലോകസഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകൾ എനിക്ക് പ്രചോദനമായത്. അദ്ദേഹം പറയുന്നുണ്ട്, വാരാണസി പോകാനാണ് എനിക്ക് ആഗ്രഹം. വാരാണസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അത്ര കാണാൻ വൃത്തിയുള്ള ഒരു സ്ഥലമൊന്നുമല്ല. പക്ഷെ അവിടെ അദ്ദേഹം നിർവചിക്കുന്ന ഒരു സാധനമുണ്ട്. ഒരു മനുഷ്യനും ഒരു തരത്തിലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു അല്പസമയമെങ്കിലും പോയി ചെലവഴിച്ച് കാണേണ്ട ഒരു സ്ഥലമാണ് വാരണാസി എന്നത്. കാരണം ഈ അഹങ്കാരവും പകയും വിദ്വേഷവും എല്ലാവിധ വൃത്തികേടുകളും ചെയ്തു ജീവിക്കുന്ന നമ്മൾ ഒരു സെക്കൻഡിലെങ്കിലും നമ്മളെത്ര നിസ്സാരനാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വാരണാസി എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. വാരണാസി അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ എ പ്ലേസ് വേർ ഈവൻ ഡെത്ത് ഇൻ സെലിബ്രേറ്റഡ് എന്നാണ്. മരണം പോലും ആഘോഷമാക്കുന്ന ഒരു സ്ഥലമാണ് മണികർണിക. ഇപ്പോ പല മതങ്ങളുടെയും ആചാരങ്ങളും അവരുടെയൊക്കെ ആചാരപരമായി നോക്കുകയാണെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് മരണാനന്തരം എല്ലാം വിട്ടെറിഞ്ഞു പോകുമ്പോൾ അത് സന്തോഷത്തിലാവുക എന്നുള്ളതാണ് അതിന്റെ ധാർമ്മികമായ ഉദ്ദേശം. മോക്ഷം, അതായത് മുസ്ലിങ്ങളുടെ ആചാരപ്രകാരം മോക്ഷം കിട്ടാൻ മക്കയിൽ പോകുന്നു, ഹജ്ജ് ചെയ്യുന്നു. അതുപോലെ ഇനി ബുദ്ധമതാചാര പ്രകാരം പരിനിർവാണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യവുമായിട്ട് അവർ അവരുടെ ആരാധനാലയങ്ങളെ സമീപിക്കുന്നു. എന്നാൽ ഹിന്ദു ആചാരപ്രകാരം മോക്ഷം കിട്ടാൻ വേണ്ടി എത്തുന്ന ഒരു സ്ഥലമാണ് വാരാണസി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരാധനകൾ നടക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലങ്ങൾ അത് ഘാട്ടുകളാണ്. അവിടെ പലവിധமான ഘാട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘാട്ടാണ് മണികർണിക എന്നുള്ളത്. മണികർണിക ആരാധനക്കപ്പുറം
മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഘാട്ടാണ്. വർഷത്തിൽ 365 ദിവസവും അവിടെ മൃതദേഹങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിതകൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ആ ഒരു മണികർണിക ഘാട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ധാർമ്മികമായ ചില വസ്തുതകളുണ്ട്. എത്രയോ പദവികൾ വഹിച്ച, എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ പോലും അവിടെ എത്തുമ്പോൾ തുല്യരായി മാറുന്നു എന്നുള്ളതാണ്. കേവലം മൃതദേഹങ്ങൾ മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അഹങ്കരിച്ച് നടന്ന സുഖലോലുപതയിൽ ആറാടി നടന്ന ഏതൊരു മനുഷ്യനും ആ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ വെറും പേരില്ലാത്ത മൃതദേഹങ്ങൾ മാത്രമായി മാറുന്നു. മോക്ഷം തേടി വന്ന ഒരു പാമരനായി മാത്രം മാറുന്നു. ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് എത്തുന്ന അവൾ, പക്ഷെ ജീവിച്ച ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ പക്ഷെ അവിടെ എത്തുമ്പോൾ വെറും ഒന്നും നേടാനാവാതെ, അല്ലെങ്കിൽ ഒന്നും കൊണ്ടുപോകാനാകാത്ത ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു വെറും ഒരു പേര് മാത്രം, പേരിനുടമ മാത്രമായി മാറുന്നു. നിസ്സംഗതയുടെ പാഠം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദിവസവും വർഷത്തിൽ 365 ദിവസവും അവിടെ ചിതകൾ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിന് ചുറ്റും ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർ സാധാരണഗതിയിൽ ജീവിക്കുന്നു. രാവിലെ ചായ കുടിക്കുന്നു, അല്ലാത്ത അവരുടെ ദിനചര്യകളിൽ ഏർപ്പെടുന്നു. കുട്ടികൾക്ക് ആ ഘാട്ടിന് പരിസരത്തിരുന്ന് കളിക്കുന്നു. അതിനടുത്തുകൂടെ ബോട്ട് സവാരികൾ നടത്തുന്ന ബോട്ടിലെ ആളുകൾ പാട്ടുപാടിക്കൊണ്ട് ആളുകളെ തങ്ങളുടെ കാഴ്ചകളിലേക്ക് നയിക്കുന്നു. ഇതൊക്കെ ഒരു സ്വാഭാവികമായ പ്രക്രിയയായി അവിടെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്, ദിവസം ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു പരിസ്ഥിതിയിലേക്ക് ബഹുമാന്യനായ ബുദ്ധൻ പറയുന്ന ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്നിനെ ഞാൻ, അല്ലെങ്കിൽ എന്റേത് എന്ന് അഹങ്കരിക്കുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തമില്ല. അപ്പോ മരണശേഷം അവിടെ എത്തുന്ന ഓരോ മൃതദേഹങ്ങളും ഒരിക്കലും പിന്നീട് തൻ്റെതല്ല, അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ടതല്ല, അത് ഗംഗയ്ക്കുള്ളതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വാരണാസി. 4ാം ഖലീഫയായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, മനുഷ്യന്റെ കാര്യം കഷ്ടം തന്നെയാണ്. അവന്റെ തുടക്കം ഒരു തുള്ളി ബീജത്തിൽ നിന്നും ഒടുക്കം ചെയ്യുന്ന മൃതദേഹത്തിലുമാണ്. അതിനിടയിൽ മലവും മൂത്രവും ചുമക്കുന്നവനായി ജീവിക്കുന്നു, എന്നിട്ടും അവൻ അഹങ്കരിക്കുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. തുടക്കം എപ്പോഴും ഒരു തുള്ളി ബീജത്തിൽ നിന്ന് തുടങ്ങിയ മനുഷ്യൻ അവൻ കാലാകാലങ്ങളിലായി ജീവിക്കുകയും അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയത് അവൻ ഏത് രീതിയിലൊക്കെയോ മുതലാക്കിയാലും അവസാനം മരണം എന്നുള്ള യാഥാർത്ഥ്യത്തില് അവൻ ഒടുങ്ങുക തന്നെ ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു മനുഷ്യൻ വെറും മലവും മൂത്രവും ചുമക്കുന്ന ഒരു ചുമട്ടുകാരനായി മാത്രമാണ് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. ഈ മരണശേഷം വാരാണസിയിലെത്തുന്ന ആളുകളെ ദഹിപ്പിക്കുന്ന ഡോമുകൾ എന്ന് പറയുന്ന ഡോം രാജയുടെ നേതൃത്വത്തിലുള്ള ഡോമുകളാണ്. അവർക്ക് പക്ഷേ അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗം മാത്രമായി കഴിഞ്ഞു. അവരുടെ ധനസമ്പാദനത്തിനുള്ള, നിത്യജീവിതത്തിനുള്ള ചെലവിനുള്ള ഒരു സമ്പാദ്യത്തിനുള്ള ഒരു അവസരം മാത്രമാണ്. അവർ അവരുടെ ജീവിതചര്യകളെ ഇതിലേക്ക് കൂട്ടിയിണക്കിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു ദിവസത്തെ വരുമാനം കേരളത്തിൽ ഏകദേശം 1000 രൂപ വരുമാനം നേടണമെങ്കിൽ ഒരു ദിവസത്തെ വരുമാനം അത്രയാണ്. പക്ഷേ അയൺ ഡോമുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു മൃതദേഹത്തെ ദഹിപ്പിച്ചാൽ കിട്ടുന്നത് വെറും 150 മുതൽ 200 രൂപ വരെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 1000 രൂപ ഒരാൾക്ക് നേടണമെങ്കിൽ ഏകദേശം ഒരു 4 or 5 മൃതദേഹങ്ങൾ ദഹിപ്പിക്കേണ്ടതായി വരും. ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് ഒരു ദിവസം ആ ചൂടും പുകയിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം ലാഘവത്തോടെ ആയിരിക്കും അവർ കൈകാര്യം ചെയ്യുക എന്ന് വെറുതെ ചിന്തിച്ചാൽ മതി. കൃത്യമായി പറഞ്ഞാൽ ഒരു മൃതദേഹം ദഹിച്ചു തീരണമെങ്കിൽ, എരിഞ്ഞു തീരണമെങ്കിൽ ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു 1000 രൂപ എന്നുള്ള ഒരു
ടാർഗറ്റിലേക്ക് അവർക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി തീരും. പക്ഷെ അവർ അതിനെ ഓവർകം ചെയ്യുന്ന പല രീതികളുണ്ട്. അവിടെയാണ് മനുഷ്യൻ മരണശേഷം ഈ അഹങ്കരിക്കുന്ന, ഈ ഡമ്പ് നടിച്ച് നടക്കുന്ന മനുഷ്യൻ എത്ര നിസ്സാരനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പാതി കത്തിക്കരിഞ്ഞ ശരീരം അവർ ഗംഗയിലേക്ക് തോണ്ടിയിടുകയാണ്. കാരണം ആ ഗംഗാജലം നനയുന്നതിലൂടെ ഗംഗ ആ ശരീരത്തെ ഏറ്റുവാങ്ങുന്നതോടുകൂടെ ആ മനുഷ്യൻ മോക്ഷത്തിലേക്ക് കടക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പോ അതൊക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്ന വലിയ വിശദമായ ചില പാഠങ്ങളുണ്ട്. ഭഗവത്ഗീത പറയുന്നത് മനുഷ്യ ശരീരം വെറും ഒരു വസ്ത്രം പോലെയാണ്, അത് ജീർണിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നു. ഇതിനെയും കുറച്ചുകൂടി വിശാലമാക്കി ബൈബിൾ പറയുന്നത് പൊടിയിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്, അവൻ പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു എന്നാണ്. ഒരു കേട്ടറിവുണ്ട്. മനുഷ്യൻ ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഞാൻ എത്ര സമയം ഇതുപോലെ നിൽക്കുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയും പറയാനില്ല. ഏത് സമയവും മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടമോ കടന്നു വരാൻ ചാൻസ് ഉള്ള വെറും ഒരു പാമരനായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ, ഇപ്പൊ ഒരു കോഴിക്ക് വരുന്ന ഒരു സാധാരണമായിട്ടുള്ള അസുഖമാണ് ഈ തൂക്കമെന്ന്, ഉറങ്ങിയതുപോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. അത് തൂങ്ങി നിന്ന് 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ തൂങ്ങി അങ്ങനെ നടക്കുന്നത് കാണാം. അങ്ങനെ നടന്ന് ലാസ്റ്റാണ് അത് എന്ത് ചെയ്യുന്നത്, മരണപ്പെട്ടു പോകുന്നത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. സെക്കൻഡുകൾക്കുള്ളിൽ അവൻ മരണത്തിൽ അകപ്പെടുകയോ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ ആ ഒരു ഇപ്പൊ ഞാൻ ശ്രീ എന്ന് അല്ലെങ്കിൽ ശ്രീ മുഹമ്മദ് സലീൽ എന്ന് ഉച്ചരിക്കുന്ന ഞാൻ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ പരേതൻ സലീലാകുന്ന ഒരു വളരെ ദയനീയമായ ഒരു കാഴ്ച അല്ലെങ്കിൽ ദയനീയമായ ഒരു മനുഷ്യൻ ദയനീയമായിട്ടുള്ള ഒരു അനുഭവം പല മനുഷ്യർക്കും ഉണ്ടാവും. നമുക്കതിന് ചരിത്രപരമായ വസ്തുതകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ ഇറ്റലിയിലെ പോംപെ നഗരം അതിന് വലിയൊരു ഉദാഹരണമാണ്. ക്രിസ്തുവർഷം 79 വൈസോവിയസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോ ആ ചാരത്തിനടിയിലായി പോയ ഒരു പുരാതന നഗരമാണ് പോംപെ നഗരം. ഇന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പർവ്വതം പൊട്ടിത്തെറിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഏതവസ്ഥയിലാണോ ഉണ്ടായിരുന്നത് അതേപോലെ ചാരത്തിനടിയിൽ ആയിപ്പോയത് കാണാം. അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒരു നിമിഷത്തെ പ്രകൃതിയുടെ ഒരു മാറ്റം പോലും മനുഷ്യ ജീവിതത്തിൽ താറുമാറാക്കാനും മനുഷ്യ ജീവിതത്തെ ഇല്ലാതെയാക്കാനും പിൻതലമുറക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ മനുഷ്യൻ, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള പാഠവുമായിട്ട് നമുക്ക് മാറുന്നു എന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിൽ നമുക്ക് ഈജിപ്തിലെ പിരമിഡുകൾ സാക്ഷ്യപ്പെടുത്തുന്ന കുറെ ചരിത്ര വസ്തുതകൾ. മനുഷ്യന്, അതായത് അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് മരണമില്ല എന്ന് നടിച്ചിരുന്ന രാജാക്കന്മാർ, പക്ഷെ ഇന്ന് വാലി ഓഫ് ദ കിങ്സിൽ നിന്നൊക്കെ എടുത്ത് അവരുടെ മമ്മികൾ ഇന്ന് വെറും മ്യൂസിയങ്ങളിലെ കാഴ്ച വസ്തുക്കളായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ അത്രയും അഹങ്കരിച്ച് നടന്ന, മരണം ഞങ്ങളെ തോൽപ്പിക്കാൻ മരണത്തിന് പോലും സാധിക്കുകയില്ല എന്ന് സമൂഹത്തെ പഠിപ്പിച്ച, ഉദ്ബോധനം ചെയ്ത ആ ഒരു രാജാക്കന്മാർ പക്ഷെ ഇന്ന് വെറും കാഴ്ച വസ്തുക്കളാണ്. മഹാനായ ഉറുദു കവി ഷെയ്ഖ് ഇബ്രാഹിം സൗക്ക് പാടിയ ഒരു കവിതയുണ്ട്, ജീവൻ നമ്മെ കൊണ്ടുവന്നു. ആ കവിതയുടെ ആശയമാണ് പറയുന്നത്, ജീവൻ നമ്മെ കൊണ്ടുവന്നു, അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തേക്ക് വന്നു, മരണം നമ്മെ കൊണ്ടുപോകുന്നു, നമ്മൾ ആ മരണത്തോടൊപ്പം പോകുന്നു. വന്നതും പോകുന്നതും ഒരിക്കലും നമ്മുടെ ഇഷ്ടപ്രകാരമല്ലെന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളൂ ഈ ലോകം. വെറും പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ തോറ്റുപോകുന്ന ഒരു മനുഷ്യ ജീവിതമാണ് നമ്മുടേതെന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. മറ്റൊരു കവിതയിൽ ഒരു ഉറുദു കവി പറയുന്നുണ്ട്, ചാർ ദിൻ കി ഹയാത്ത് ഹെ ഇൻസാൻ ആർ ഖുദ് കോ ഖുദാ സമജ്താ ഹെ. മനുഷ്യൻ 4 ദിവസത്തെ മാത്രം ആയുസ്സുള്ള പാമരനാണ്. വെറും 4 ദിവസം മാത്രം, അതൊരു പ്രയോഗമാണ്, 4 ദിവസത്തെ മാത്രം ആയുസ്സുള്ള ഒരു പാമരനാണ്. എന്നിട്ടും അവനെ സ്വയം ദൈവത്തെ പോലെയാണ് കാണുന്നത്. ഞാൻ എന്തോ വലിയ ആളാണ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ ഈ ലോകത്തെ അവന്റെ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കുകയാണ്.
അവൻ ഈ ലോകത്ത് മനസ്സിലാക്കുന്നത് തനിക്ക് കീഴൊതുങ്ങി ജീവിക്കേണ്ട ഒരു വ്യവസ്ഥിതിയായിട്ടാണ്. അതിനപ്പുറത്തേക്ക് സഹജീവികളെയോ സഹപാഠികളെയോ സഹമനുഷ്യരെയോ സ്നേഹിക്കാനോ സഹായിക്കാനോ ഒന്നിനും അവന് നേരമില്ല. അവൻ എപ്പോഴും തൻ്റെ കാര്യങ്ങൾ, തൻ്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, അതിന് ആരെയൊക്കെ എങ്ങനെയൊക്കെ തൻ്റെ കീഴിലൊതുക്കി ജീവിക്കാമെന്ന് മാത്രമേ മനുഷ്യന് ചിന്തയുള്ളൂ. APJ അബ്ദുൽ കലാം പറയുന്നത് ഈ ഭൂമി പോലും പ്രപഞ്ചത്തിലെ ഒരു പൊടിപടലം മാത്രമാണെന്ന്. ഈ വലിയ പ്രപഞ്ചത്തിലെ ഭൂമി പോലും ഈ പ്രപഞ്ചത്തിലെ ഗാലക്സികൾക്കിടയിലെ ചെറിയൊരു ധൂമകേതു മാത്രമാണ്, ഒരു പൊടിപടലം മാത്രമാണ്. ആ ധൂമകേതുവിന്റെ ഉള്ളിലുള്ള ഈ രണ്ട് കാലിൽ നടക്കുന്ന ഇരുകാലി മൃഗങ്ങളായ മനുഷ്യന് പക്ഷേ അവൻ അഹങ്കരിക്കണം, അവൻ ഈ ലോകം മുഴുവൻ കീഴടക്കണം, അവന് മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കാൻ ത്വരയാണ്, ഇഷ്ടമാണ്. തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തി അയാൾക്ക് സന്തോഷവും അയാൾക്കും തന്നെ പോലെ ജീവിക്കാൻ അർഹതയുണ്ട്, അവകാശമുണ്ട് എന്നുള്ള ഒരു അവകാശം വകവെച്ചു കൊടുക്കാൻ പോലും ഒരിക്കലും മനസ്സംഗീകരിക്കാത്ത ഒരു വ്യവസ്ഥിതിയിലാണ് പല മനുഷ്യരും. അതിലും നമുക്കൊരു മാറ്റം വരേണ്ടതുണ്ട്. എന്നാൽ ആ ധൂമകേതുവിൽ ജീവിക്കുന്ന മനുഷ്യന്, അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആ ധൂമകേതുവിൽ ജീവിക്കുന്ന മനുഷ്യന് അഹങ്കാരത്തിന്റെ കൊട്ടയാണെന്നാണ്. ഈ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് നമ്മളെ പലപ്പോഴും വ്യതിചലിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിൽ നിന്നൊരു മനുഷ്യൻ ആയി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തന്നെയാണ്. ആ മതങ്ങളെ കൃത്യമായി വിനിയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ദൈവവിശ്വാസം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, പക്ഷെ അവർ ആ മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കാരുണ്യത്തിന്റെയും അതേപോലെ നീതിബോധത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ വലിയ വലിയ പാഠങ്ങളാണ്. ആ മനുഷ്യനെ സ്നേഹിക്കാനും എത്ര കാലം നമ്മളിവിടെ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനും, എത്ര കാലം ഇവിടെ ജീവിച്ചാലും നമ്മളൊരു ബാക്കിപത്രമായി വരും തലമുറക്ക് ഒരു പാഠമായി കൊടുക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി ജീവിക്കേണ്ടതുണ്ട്. സമാധാനത്തോടെയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കേണ്ടതുണ്ട്. സ്നേഹം നമ്മുടെ ഉറ്റവർക്കും മറ്റുള്ളവർക്കും കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നീതി എന്നുള്ളത് അത് ഒരാളുടെ മാത്രം അവകാശമല്ല. തനിക്ക് മാത്രം നീതി കിട്ടുക എന്നുള്ളത് വ്യാമോഹവും അതല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അഹങ്കാരവുമാണ്. അതിനപ്പുറത്തേക്ക് നീതി എല്ലാവർക്കും തുല്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. കാരുണ്യത്തോടു കൂടെയുള്ള ഒരു ജീവിതം നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. സഹജീവികൾ പ്രയാസപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് ജീവികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ തണലായി കാരുണ്യത്തിന്റെ കൈകൾ നീട്ടിക്കൊടുക്കാൻ സാധിക്കണം. ഒരുപാട് പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഈ ഇന്ത്യയിലടക്കം നമ്മൾ അവർക്കൊരു കൈത്താങ്ങായി മാറണം. എത്രയോ വൃദ്ധസദനങ്ങൾ, എത്രയോ ഓൾഡ് ഏജ് ഹോമുകൾ, വൃദ്ധസദനങ്ങളും അതേപോലെ ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന ആളുകൾ, ക്യാൻസർ രോഗികൾ, അതേപോലെ ഒരുപാട് ആളുകൾ ആരുടെയൊക്കെയോ ദയക്ക് വേണ്ടി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒട്ടുക്കുമുണ്ട്. അവിടെയൊക്കെ നമുക്ക്, അവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കാരുണ്യത്തിന്റെ കരസ്പർശങ്ങളുമായി കടന്നു ചെല്ലാൻ സാധിക്കണം. ചെറിയ ജീവിതത്തിനിടയിൽ നമ്മളും ഇവിടെ ഹലോ, കണ്ടിന്യൂ ചെയ്തോളൂ. അതാരോ സൗണ്ട് വന്നതോ. ഓക്കെ. നമ്മൾ അവർക്കൊക്കെ കൈത്താങ്ങായി ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഒരു കവിതയുണ്ട്, ഓക്കെ, ഞാൻ പിന്നെ പറയാം. അപ്പോ അത്തരത്തിലുള്ള ഒരു സാമൂഹികമായ പ്രതിബദ്ധത നമ്മൾ നമ്മുടെ സമൂഹത്തോട് കാണിക്കണം. നമ്മൾ ബാക്കിയാകുന്നത് തീർച്ചയായും ഓർമ്മകളിലൂടെയാണ്. നല്ല ഓർമ്മകൾ സമൂഹത്തിന്, സമുദായത്തിന് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് നല്ലതായി ജീവിച്ചു എന്നുള്ള ഒരു ബാക്കിപത്രം നമുക്ക് കൊടുക്കാനായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിസ്സാരനായ മനുഷ്യന് കാഴ്ചവെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ്. ഒരു
പ്രവാചക വചനമുണ്ട്, നിയമത്താനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് സിഹ്ഹത്തു വൽ ഫറാഗ് എന്ന്. അതായത് മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായും അവൻ അശ്രദ്ധവാന്മാരാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അവന്റെ ഒഴിവു സമയങ്ങളാണ്, രണ്ടാമത്തേത് അവന്റെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ത്യജിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, നമ്മൾ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന പങ്കുവെക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. എന്നാൽ മനുഷ്യൻ എപ്പോഴും ശ്രദ്ധിക്കാതെ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടുകൂടി ഒരുപാട് തരത്തിൽ നമുക്ക് ഒഴിവു സമയങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിനിയോഗിക്കുന്നത് യാതൊരു തരത്തിലുമുള്ള ഉപകാരമില്ലാത്ത കാര്യങ്ങളിലേക്ക് വേണ്ടിയാണ്. എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഒരു റീൽ എടുക്കുകയാണെങ്കിൽ ആ റീലിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രീതിയുണ്ട്. കേവലം 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ വീഡിയോ എങ്കിൽ പോലും നമുക്ക് അതുപോലും കാണാൻ സമയമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു റീല്, അതെത്ര നല്ലതാണെങ്കിലും എത്ര മോശമാണെങ്കിലും ഒരൊറ്റ സ്ക്രോളിങ്ങിൽ തീർക്കാവുന്ന ഒരു തരത്തിലേക്ക് മനുഷ്യജീവിതം മാറിക്കഴിഞ്ഞു. അപ്പോഴൊക്കെ ആയിരിക്കും ചില സമയങ്ങളിൽ കാരുണ്യത്തിന്റെ വാതായനങ്ങളെ ചോദിച്ചുകൊണ്ട് ചില റീലുകൾ വരുന്നത്. പക്ഷെ അതും നമുക്ക് കാണാൻ താല്പര്യമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വേഗതയേറിയ ജീവിതത്തിൽ നമ്മൾ ആളുകൾക്ക് വേണ്ടി കാഴ്ചവെക്കേണ്ടത്, ആളുകൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടത് തീർച്ചയായും കാരുണ്യവും നീതിയും സമാധാനവും സ്നേഹവും ഒക്കെ തന്നെയാണ്. ഈ സ്നേഹം കൊണ്ട് ലോകം ജയിച്ചടക്കിയ ഒരുപാട് മഹാരഥന്മാരെ നമുക്കറിയാം. അപ്പോ ഇത്തരത്തിലുള്ള ആരോഗ്യ സമയങ്ങളും ഒഴിവു സമയങ്ങളും മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായി ജീവിക്കുക, മനുഷ്യന് വേണ്ടി തന്നാലാവുന്നത് ചെയ്യുക, ഇത്രയൊക്കെ ഒരു നിസ്സാരനായ മനുഷ്യന് ചെയ്യാനുള്ളൂ. അതിനപ്പുറത്തേക്ക് അഹങ്കാരത്തെയും തൻ്റെ പകയെയും കലഹങ്ങൾക്കെതിരായും കൊലപാതകങ്ങൾ അനീതികൾക്കെതിരായൊക്കെ തങ്ങളുടെ ശബ്ദമുയർത്തി നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മുടെ ഡിവിഷന്റെ യാത്ര 266 ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം 2026 26-ാം തീയതി 6-ാം മാസമാണ്. ഒരു കൗതുകം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം ധന്യമാക്കിയ മുഹമ്മദ് സലീൽ സാറിന് ഡിവിഷന്റെയും സിജിയുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ പറയുകയാണ്. ഇന്ന് ജീവിതത്തിന്റെ നിരർത്ഥകയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. അത് എന്താണ് ജീവിതം എന്നൊരു ചിന്ത, എങ്ങനെ നമ്മൾ നന്നായി ജീവിക്കണം എന്ന ഒരു മനോഹരമായ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് അവസാനം നമ്മൾ ഒഴിവ് സമയങ്ങൾ റീൽസിലും മറ്റു കാഴ്ചകളിലും കുടുങ്ങി നിരർത്ഥകമായി ചെലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലൊരു ചിന്തയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം കടന്നുപോയത്. സാർ ഇപ്പോൾ ജീവിതത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഈ 2 ദിവസം മുന്നേ കണ്ടൊരു സിനിമയാണ് ഓർമ്മ വന്നത്. അത് ഞാൻ സിനിമ കാണാൻ കാരണം PMA ഗഫൂർ സാറിന്റെ അവർ തൊട്ടു നീ തലോടി എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശം ഉണ്ടായത് കൊണ്ടാണ് ഞാനത് തേടി പിടിച്ച് കണ്ടത്. അതിലെ നായകൻ ഒരു ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാണ്. അദ്ദേഹത്തിന്റെ സഹോദരി കല്യാണത്തിന്റെ തലേന്ന് ഒരു താഴ്ന്ന ജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോവുകയും അതിനെ തുടർന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിന് ലോകത്തോട് മുഴുവൻ വെറുപ്പാണ്. ആരോടും ഒരു സൗഹൃദമില്ല, എല്ലാവരോടും ദേഷ്യമാണ്. അമ്മയോട് പോലും ഇദ്ദേഹം നല്ല രീതിയിൽ പെരുമാറുന്നില്ല. ആകെ കൂടി ഒരു ഉൾവലിഞ്ഞ ജീവിതം നയിക്കുന്ന അയാൾ അടുത്ത വീട്ടില് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞ് നിർത്താതെ കരച്ചിലാണ്. ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാകുകയാണ്. കുഞ്ഞിന്റെ കരച്ചിൽ രാത്രി കേൾക്കുമ്പോൾ ഇയാൾക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ ഇയാൾ ശക്തമായ ടോർച്ച് വെളിച്ചം അങ്ങോട്ടേക്ക് അടിച്ചിട്ടും വളരെ ഉച്ചത്തില് പാട്ട് വെച്ചിട്ട് ബഹളങ്ങളും ഉള്ള പാട്ടൊക്കെ വെച്ചിട്ട് ഇയാള് ശല്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, ഈ 28 ദിവസം എത്തിയ കുഞ്ഞ് നിങ്ങളോട് എന്താണ് ചെയ്തത്? അതിനെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങളാണ് അടുത്ത വീട്ടിലുള്ളത് എന്ന് അവര് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇയാൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അവര്
താമസിക്കുന്നത് ഒരു ഇത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശത്താണ്. അപ്പോ അന്ന് കുഞ്ഞിന്റെ നൂലുകെട്ടിന് ഇയാളെ വന്ന് ക്ഷണിക്കുമ്പോൾ ഇയാൾ അമ്മയും കൂടി പോകുന്നുണ്ട്. അപ്പൊ അന്നും അയാള് തന്റെ അമ്മ കുഞ്ഞിന് നൽകിയ സ്വർണ്ണ വള കണ്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് വെറുപ്പോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അന്ന് രാത്രി പെട്ടെന്ന് നിങ്ങൾ വീട് മാറണം എന്നുള്ളൊരു സന്ദേശം വന്നപ്പോ എല്ലാരും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഇയാള് പറയുന്നു, ഞാൻ വരുന്നില്ല, എന്റെ അമ്മേന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ് പോയി റൂമിൽ പോയിട്ട് കിടക്കേണ്ട താമസം അവിടെ ഉരുൾപൊട്ടുകയാണ്. പിന്നെ ഇയാൾക്ക് ബോധം വരുമ്പോ ഒന്നുമില്ല, ഇയാള് ഈ മണ്ണിന്റെ അടിയിലാണുള്ളത്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്നുള്ള നിരാശയിൽ നിൽക്കുമ്പോഴാണ് അയാള് ഇതുവരെ അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. പെട്ടെന്ന് അയാള് ആ കുഞ്ഞിന്റെ പേര് വിളിച്ചുകൊണ്ട് പൊന്നി മോളെ കരയല്ലേ എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അവിടെ അയാൾ മനസ്സിലാക്കിയാണ് എന്തായിരുന്നു ഞാൻ ജീവിച്ച ജീവിതം, എന്താണ് ജീവിതം എന്നുള്ള ഒരു നിമിഷം അയാൾക്ക് തിരിച്ചറിവുണ്ടായി. പിന്നെ അയാളുടെ എല്ലാ അതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും ആ കുഞ്ഞിന്റെ കരച്ചിലേക്കാണ്. ആ കുഞ്ഞിനെ രക്ഷിക്കണം, എനിക്കും രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കാനുള്ള ഇനിയും സമയമുണ്ട്, ഇനിയും അവകാശമുണ്ട്, എന്റെ ജീവിതം തീർന്നിട്ടില്ല, ആ കുഞ്ഞവിടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് അയാള് പിന്നെ പോകുന്നത്. അയാൾ പോകുന്ന വഴിക്ക് ആ കുഞ്ഞിന്റെ അച്ഛന്റെ മരിച്ച ശരീരം കാണുന്നുണ്ട്, വേറെയും കാഴ്ചകള് അയാൾ കാണുന്നുണ്ട്. അതൊക്കെ അയാൾ തരണം ചെയ്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അടുത്തെത്തി ആ കുഞ്ഞിനെ രക്ഷിച്ചു കൊണ്ടാണ് ആ ഉരുൾപൊട്ടലിൽ നിന്ന് അയാൾ പുറത്തു വരുന്നത്. അതോടുകൂടി അയാളിൽ ഉണ്ടായിരുന്ന ജാതി ചിന്തയും അഹങ്കാരവും അഹംഭാവവും എല്ലാം പോയി മനുഷ്യനാണ്, പരസ്പരം അറിയേണ്ടവരാണ് എന്ന ചിന്തയിലേക്ക് അയാൾ എത്തിച്ചേരുന്നുണ്ട്. മനോഹരമായ ഒരു അവസാനമാണ് ആ സിനിമയുടേത്. അപ്പൊ അത് അറിയാതെ നമ്മള് ഒരുപാട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായേക്കാം. അതൊക്കെ നിരർത്ഥകമാണ്, അതിനെ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് സലീൽ സാറ് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നത് ആ ഒരു കാഴ്ചയിലേക്ക്, നമ്മുടെ ചിത ഒരുക്കി അത് കത്തിത്തീരാൻ കാത്തിരിക്കുന്നവരുടെ കാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടാണ്. അപ്പോ കൂടുതലൊന്നും പറഞ്ഞ് ഞാനും ആരെയും ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഈ ഒരു ദിവസം നമ്മളോട് കൂടി നമ്മുടെ കേൾവിക്കാരായി നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ നല്ലൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു.